കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്ത കരമനയിൽ അഖിൽ എന്ന യുവാവിനെ തല്ലിക്കൊന്ന ആ സംഭവമാണ്. ആ ദൃശ്യങ്ങൾ അതിന്റെ ഞെട്ടലിൽ നിന്ന് മലയാളികൾ മുക്തരായിട്ടില്ല. കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്, ബാക്കിയുള്ളവർ കസ്റ്റഡിയിലുണ്ട്. കുറച്ചു പേർക്കായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് തന്നെ പോകാം. വളരെ പ്രധാനപ്പെട്ടതാണത്. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾക്കായി തമിഴ്നാട്ടിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 3 പേർ തമിഴ്നാട്ടിലേക്ക് കടന്നെന്ന സംശയത്തെ തുടർന്നാണ് തെരച്ചിൽ ശക്തമാക്കിയത്. പ്രതികളിലൊരാളായ അനീഷ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. പ്രതികൾ കൊലപാതകത്തിനെത്തിയ വാഹനം ഓടിച്ചിരുന്നത് അനീഷായിരുന്നു. വാഹനവും നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ സഹായിച്ചെന്ന് കരുതുന്ന 3 പേരും കസ്റ്റഡിയിലാണ്. ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. പക്ഷെ അത്ര നല്ല വാർത്തയല്ല നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു യുവാവിനെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ, അത് നമ്മളെയൊക്കെ മനസ്സിന് വളരെയധികം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ, ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം ഏത് നിലയിൽ എത്തി നിൽക്കുന്നു? തമിഴ്നാട്ടിലേക്കുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, 4 സംഘമാണ് ഈ കൊലപാതകത്തിലെത്തിയത്. ഇതിൽ വാഹനം ഓടിച്ചിരുന്ന ആളെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടത്തി വെച്ചാണ് അനീഷിനെ പിടികൂടിയത്. അനീഷാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇനി 3 പേർ പിടിയിലാകാനുണ്ട്. അതായത് CCTV ദൃശ്യങ്ങളിൽ കാണുന്ന 3 പേരാണ്. അവരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. തമിഴ്നാടും കേരളവും, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ, അവിടേക്ക് ഇവർ കടന്നിട്ടുണ്ടാകുമെന്ന് സംശയമുണ്ട്. നേരത്തെ തന്നെ ഇവർക്ക് ചില ബന്ധങ്ങൾ ആ ഭാഗത്തുണ്ട്. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് റെന്റിനെടുത്ത വാഹനമാണ് കൊലപാതകത്തിന് എത്തുന്നതിലേക്കായി ഇവർ ഉപയോഗിച്ചത്. ഈ വാഹനം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെടുത്തു. ഇവർക്ക് വാഹനം തയ്യാറാക്കി ഏർപ്പാടാക്കി നൽകിയ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതുവരെ കസ്റ്റഡിയിലുള്ളത്, അതായത് അനീഷിനെ കൂടാതെ ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതോടെ 4 പേരാണ് ആകെ പിടിയിലായിട്ടുള്ളത്. ഈ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഹരിലാൽ നേരത്തെ നടന്ന 2019 അനന്തു കൊലക്കേസിലെ പ്രതിയാണ്. ഗൂഢാലോചനയിലും മയക്കുമരുന്ന് ഉപയോഗത്തിലും പങ്കാളിയാണ്. കിരൺ കൃഷ്ണ ഇതേപോലെ തന്നെ അനന്തു കൊലക്കേസിലെ മറ്റൊരു പ്രതിയാണ്. പപ്പരങ്കോട് ബാറിൽ കഴിഞ്ഞ ഇലക്ഷൻ ദിവസം നടന്ന സംഭവത്തിലെ പങ്കാളിയാണ്. കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇയാളാണ്. മറ്റൊരു കിരൺ ഉണ്ട്, കരമന സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽപ്പെട്ടയാളാണ്. മുഖ്യപ്രതി അഖിൽ അപ്പുവിനെ രക്ഷപ്പെടാൻ സഹായിച്ച ആളാണ്. ഈ തരത്തിൽ പ്രതികൾക്ക് ഒത്താശ ചെയ്ത 3 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികളോടൊപ്പം വാഹനം ഓടിച്ചിരുന്ന അനീഷും പിടിയിലായിട്ടുണ്ട്. ഇനി ഈ പ്രധാനപ്പെട്ട 3 പ്രതികളാണ് പിടിയിലാകാനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. അശ്വതി, വിനോദ്, ഈ ദൃശ്യങ്ങളിൽ ഈ കല്ലെടുത്തെറിഞ്ഞ മരണം ഉറപ്പാക്കിയ ഒരാളുണ്ട്. അയാളാണ് ഏറ്റവും അതിൽ ക്രൂരമായി മർദ്ദിക്കുന്നതും. 2 തവണ ഒരാൾ തടഞ്ഞിട്ടും 2 തവണ എറിഞ്ഞിരിക്കുന്നതും. ഇയാൾ അടക്കമുള്ള ആളുകളാണ് ഈ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടോ എന്ന് സംശയിക്കുന്നത് പോലീസ്. അഖിൽ അപ്പു എന്ന പ്രതിയാണ് ആ തരത്തിൽ ഈ കല്ല് ശരീരത്തിലേക്ക് ഇടുന്നത്. 6 തവണയാണ് ഇങ്ങനെ കല്ല് ശരീരത്തിലേക്ക് ഇട്ടത്. കമ്പിവടി കൊണ്ട് മറ്റൊരു പ്രതി തലയ്ക്കടിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് ശരീരത്തിലേക്ക് കല്ല് ഇടുന്നത്. വലിയ ഭാരമുള്ള കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് ഇടുകയായിരുന്നു. ഇലക്ഷൻ ദിനത്തിൽ നടന്ന ഒരു തർക്കം, ബാറിലേക്ക് കയറുന്ന വഴി തടസ്സപ്പെടുത്തി എന്ന പേരിൽ നിന്ന ഒരു തർക്കം, ആ തർക്കത്തെ തുടർന്നാണ് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പ്രതികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമായല്ല ഇവർ ഇങ്ങനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്നത്. 2019 കൊലപാതകം നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ഒരു ക്ഷേത്ര പരിസരത്ത് നടന്ന ചെറിയൊരു തർക്കമാണ്, ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു തർക്കമാണ് അന്ന് ഒരു യുവാവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. അന്ന് അനന്തു എന്ന യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ബൈക്കിൽ അനന്തുവിനെ ഇവർ കയറ്റിക്കൊണ്ടു പോവുകയും നീറമൺകരയ്ക്കടുത്ത് കാട് പിടിച്ച സ്ഥലത്ത് ഒരു ദിവസം മുഴുവൻ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിരുന്നു. അന്ന് പ്രതികളിൽ ഒരാളുടെ ജന്മദിന ആഘോഷമായിരുന്നു, ലഹരി ഉപയോഗിച്ചുള്ള ആഘോഷം. അതിനുശേഷം ഇവർ അനന്തുവിനെ പിടിച്ചുകൊണ്ടുവരികയായിരുന്നു. അവിടെ അനന്തുവിന്റെ കാലുകളിലെയും കൈകളിലെയും ഞരമ്പുകൾ മുറിച്ചു, കണ്ണിൽ മുറിവുണ്ടാക്കി
നഖങ്ങൾ പിഴുതെടുത്തു, തല കരിക്കുകൊണ്ട് ഇടിച്ചു ചതച്ചു. ആ തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് ആ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കൊലപാതകവും നടന്നിട്ടുള്ളത്. അത് CCTV ദൃശ്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയിട്ടുണ്ട്. ഇവർ ഒരാഴ്ച മുൻപ് ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ ഈ അഖിലിന്റെ വീട് കണ്ടുപിടിക്കുകയും അഖിലിന്റെ ദിനചര്യകൾ മനസ്സിലാക്കുകയും അതിനുശേഷം അഖിലിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവർ സംഘടിതമായി എത്തി വീടിന് സമീപം പ്രാവുകൾക്ക് തീറ്റി നൽകുകയായിരുന്ന അഖിലിനെ പുറത്തേക്ക് വിളിച്ചിറക്കുകയും അവിടെ നിന്ന് മർദ്ദനം ഭയന്ന് അഖിൽ ഓടുമ്പോൾ തൊട്ടടുത്ത കോമ്പൗണ്ടിലേക്കാണ്, അവിടെ ഈ സിമന്റും ഇഷ്ടികയും സിമന്റ് കല്ലുകളും ഒക്കെയും വിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക്, അതിന്റെ കോമ്പൗണ്ടിലേക്ക് ഓടി കയറുമ്പോഴാണ് ഈ ക്രൂരമായ മർദ്ദനം നടത്തുന്നത്. അത് ഒരു സമയം തന്നെ 2 പേർ അതിക്രൂരമായി മർദ്ദിക്കുന്നു. തലയിൽ കമ്പി കൊണ്ട് ഒരാൾ അടിക്കുകയും മറ്റൊരാൾ ഭാരമുള്ള കല്ല് നെഞ്ചിലും തലയിലും ഇടുകയും ചെയ്യുന്നു. മരണം ഉറപ്പാക്കുക എന്നത് തന്നെയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ഈ ആളുകൾ ഓടിക്കൂടി, തൊട്ടടുത്ത് തന്നെയാണ് വീട്, വീട്ടുകാർ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ തലയോട്ടി 2ആയി പിളർന്ന നിലയിലായിരുന്നു അഖിലിനെ കണ്ടെത്തിയത്. അതായത് ഇത് ക്രൂരമായി ഈ കൊലപാതകം ചെയ്യുക എന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കൊടും കുറ്റവാളികളാണ് ഇവർ. ജാമ്യത്തിലിറങ്ങി വീണ്ടും ഈ കുറ്റകൃത്യം ചെയ്യുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച എന്ന തരത്തിൽ വലിയ ആരോപണങ്ങളും ഇതിനകം ഉയർന്നു വരുന്നുണ്ട്. ഇത്രയും കൊടും കുറ്റവാളികൾ അവർ ബാറിൽ ഏറ്റുമുട്ടിയ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ സ്റ്റേഷൻ ചുമതലയിൽ, ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇത് കാര്യമായി എടുത്തില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇതിനിടെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പോലീസിന്റെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് മന്ത്രി നൽകിയത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 പേർ കസ്റ്റഡിയിലുണ്ട്. ബാക്കിയുള്ള പ്രതികൾക്കായുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ്, ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. എന്ത് തന്നെയായാലും പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നത് നമ്മുടെ കേരളത്തിൽ.